ചോക്ലേറ്റ് തുടങ്ങാം. ഈ വാലന്റൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മള് കാമുകി കാമുകന് അല്ലെങ്കിൽ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇനി നിങ്ങൾ ഈ സാധാ പൂ കൊടുക്കുമ്പോ അത് കുറച്ച് കഴിയുമ്പോ പാടിപ്പോവും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താ ജയിക്കൂട്ടോ വന്നേക്കുന്നേ, ഒരു വാലന്റൈൻസ് ഡേ വെച്ചിട്ട് പിള്ളേര് വാലന്റൈൻസ് മന്താണ്. മന്തൊക്കെയാണ് ഒരു ഫെബ്രുവരി മാസം മൊത്തത്തിൽ ഒരു 14 തീയതി മുതൽ പല പല മുമ്പേ മൊത്തത്തിൽ തന്നെ ചോക്ലേറ്റ്, ഫ്ലവർ, ഇങ്ങനെ പല. അതെ, ഫ്ലവർ ഒന്നും തന്നിട്ടില്ല. അല്ല, അപ്പൊ നമുക്കത് തുടങ്ങാം. ഇന്ന് വെച്ചിട്ട് തുടങ്ങാം. അവർ ഇനിയാണെങ്കിൽ കൊടുക്കാം. ഇന്നിപ്പോ നമുക്ക് ചോക്ലേറ്റ് തുടങ്ങാം. അപ്പൊ നമ്മുടെ മെയിനായിട്ട് നമ്മള് സഹിക്കാൻ തുടങ്ങിയിട്ട് 29 വർഷം സഹിക്കാൻ തുടങ്ങിയിട്ട് 29 വർഷം പൂർത്തിയാക്കണം. അതില് 50 വർഷത്തേക്ക് അല്ലെങ്കിൽ മരണം വരെ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള എന്റെ ഒരു തുടക്കമാണ് ചോക്ലേറ്റ്. ചോക്ലേറ്റ് ഞാൻ വലിയ ചോക്ലേറ്റ് കൊടുക്കണത് അറിയാമോ? സകരം കൂടുതൽ അല്ലെങ്കിൽ സ്നേഹം കൂടുതലുള്ളതുകൊണ്ടാണ് വലിയ ചോക്ലേറ്റ് കുറവായത്. ചെറിയ ചോക്ലേറ്റ്. അപ്പൊ ഹാപ്പി വാലന്റൈൻസ്. അപ്പൊ താങ്ക് യു. ഹാപ്പി വാലന്റൈൻസ് ഹാർട്ടിന്റെ ഒക്കെ പടമുണ്ട് നല്ല രീതിയിൽ. ഇതില് ഓറിയോ അല്ലേ? ഓറിയോ. അപ്പൊ അത് എല്ലാം 29 ഇനി അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് 30 കൊല്ലത്തെ എന്താ പറയാ 30 വർഷത്തെ ലോങ് പീരീഡിന്റെ ആഘോഷത്തിലേക്ക്. അപ്പൊ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ചെറിയ ചെറിയ സന്തോഷങ്ങള് ജീവിതത്തിൽ ഉണ്ടാക്കുക. കാര്യം ഇതിനൊന്നും അങ്ങനെ ഒത്തിരി പൈസ നിർബന്ധമൊന്നുമില്ല. ചെറിയൊരു പൂ കൊടുത്താൽ പോലും അതൊരു സന്തോഷം. കാര്യം പലപ്പോഴും വയസ്സാകുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടുപ്പമില്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഇന്റൻഷനലി ഓരോ ആൾക്കാർക്ക് ഒരു കെയർ കൊടുക്കുക, സപ്പോർട്ടഡ് ആവുക. അങ്ങനെയുള്ള ലെവലിൽ വരുമ്പോൾ ഏത് മാരേജസും ലോങ് ടേം കൊണ്ടുപോകാൻ പറ്റും. കാര്യം മാരേജസ് എപ്പോഴും നന്നാവണത് ഇമോഷണലി അവൈലബിൾ ആവുന്ന ആ റിലേഷൻഷിപ്പാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് പോണത്. അപ്പൊ എല്ലാവർക്കും വാലന്റൈൻസ് ഡേയുടെ എല്ലാ മംഗളങ്ങളും നേരാണ്. ഇനിയിപ്പോ 2 വാലന്റൈൻസ് കൂടി ഒന്ന് ഇപ്പുണ്ട്, അവരെ കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മള് കപ്പിൾസിന് മാത്രമല്ല കേട്ടോ വാലന്റൈൻ എന്നൊക്കെ പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഒരു സുഹൃത്താവാം, ഫാമിലി മെമ്പേഴ്സ് ആവാം, നമ്മളുടെ അനിയത്തി, ചേച്ചിമാര്, ചേട്ടന്മാർ, എല്ലാവർക്കും നമ്മളുടെ വാലന്റൈൻ എന്നൊക്കെ പറയുന്നത് സ്നേഹം. നമുക്ക് ആർക്കൊക്കെയാണ് നമുക്കുള്ള ആ സ്നേഹം പങ്കെടുക്കുന്നതാണ്. അപ്പൊ എപ്പോഴും നിങ്ങൾ വിചാരിക്കരുത് വാലന്റൈൻസിന്റെ സമയം മാത്രമല്ല, ജീവിതത്തിൽ അവരുണ്ടാവുമ്പോൾ നമ്മളൊരു ചെറിയ സന്തോഷമൊക്കെ നമ്മൾ പങ്കുവയ്ക്കാം. അപ്പൊ ഞാൻ അതുകൊണ്ട് ഈ തവണ എൻ്റെ വാലന്റൈൻ അലേനയാണ്. അപ്പൊ ഞങ്ങൾ പേജിൽ ചിലപ്പോൾ അത്രയും കണ്ടുപരിചയം ഉണ്ടാവില്ല, പക്ഷെ ഇനിയൊക്കെ നിങ്ങൾ കണ്ടോണ്ടിരുന്നോളൂ, വിഷമിക്കണ്ട. അപ്പൊ എന്തായാലും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു കുട്ടാ. അപ്പൊ എനിക്ക് നല്ലൊരു റോസാപ്പൂ ഒക്കെ കിട്ടി. കണ്ടോ, ആക്ച്വലി എവർലാസ്റ്റിംഗ് റോസ് കേട്ടോ. അത് ഇനി നിങ്ങൾ ഈ സാധാ പൂ കൊടുക്കുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ പാടിപ്പോവും എന്ന് പറഞ്ഞാൽ അത് മോശമെന്നല്ല, പക്ഷെ ഇതാവുമ്പോൾ എല്ലാ കാലത്തും എന്റെ സ്നേഹം പോലെ ഇതിൽ നിൽക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു ചെറിയ ആക്ഷൻ, ഒരു ചെറിയൊരു പ്രവൃത്തി നമ്മളുടെ കൂടെയുള്ളവരെ അപ്രിഷിയേറ്റ് ചെയ്യാൻ ഇന്ന് നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. അതിനു വേണ്ടിയാണ് എക്സ്പെഷ്യലി ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞങ്ങളുടെ ഈ മൊമെന്റ്സ് സത്യം പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ചാനലിൽ ഇടുമ്പോൾ ഒരു പ്രത്യേകത എന്നറിയോ, ഇനി അടുത്ത 2 വർഷം 3 വർഷം 10 വർഷം കഴിയുമ്പോൾ ഞങ്ങളെ തിരിച്ച് കാണാനുള്ളൊരു അവസരമാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ വീട്ടിൽ അച്ഛനമ്മയാവാം, പങ്കാളിയാവാം, മക്കളാവാം, അവർക്കൊക്കെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഒരു സന്തോഷമുള്ള ഒരു നിമിഷങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിക്കുക. കാര്യം നാളെ എഴുന്നേക്കുമെന്ന് അറിയില്ലാത്ത ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുക. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഞങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന്, ലൈഫ് കോച്ച് ചെയ്തതിന്, ഇന്ന് ഞങ്ങൾ ഈ ഒരു രീതിയിൽ വളർന്നിട്ടുള്ളത് നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ നെക്കുക. 1 ലക്ഷത്തിലേക്ക് ഞങ്ങളുടെ സിൽവർ ബട്ടൺ എത്തണമെന്ന് ഷീജ മാമിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് നൽകുന്നത് ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കുമ്പോഴാണ്. വാലന്റൈൻസ് ഡേ അല്ലെങ്കിൽ വാലന്റൈൻസ് വീക്കാണ് ഫെബ്രുവരിയിൽ 14 തീയതി മുതലാണ്. അപ്പോൾ എനിക്ക് നോർമൽ കേസിൽ ഈ വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ കൊടുക്കുന്ന ശീലമൊന്നുമില്ല. ഇപ്പൊ അനീറ്റയും അതുപോലെ ഷീജയൊക്കെ ഇങ്ങനെ തുടങ്ങിയപ്പോഴാണ് എനിക്കിങ്ങനെ അത് കൊടുക്കണമെന്ന് തോന്നിയത്. പിന്നെ നമുക്ക് പലർക്കും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതായത് ഈ വാലന്റൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാമുകി കാമുകന് അല്ലെങ്കിൽ പ്രേമിക്കുന്നവർ തമ്മിൽ മാത്രം കൊടുക്കുന്ന ഒരു സംഭവം എന്നുള്ള രീതിയിലുള്ള അർത്ഥമല്ല. നമ്മൾ നമ്മുടെ അച്ഛനെയും അമ്മേനെയും അല്ലെങ്കിൽ സഹോദരങ്ങളെ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുകയും പ്രേമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അപ്പന് വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ആകുമ്പോൾ പ്രായമുള്ളവർക്ക് കഴിക്കണം. അപ്പന് ഷുഗർ ഒന്നുമില്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും എല്ലാത്തിന്റെയും വാലന്റൈൻസ് ഡേക്ക് അടുത്ത വർഷം എല്ലാ വർഷവും അപ്പനിങ്ങനെ തരാനായിട്ടുള്ള നമുക്ക് തരാനായിട്ടും പങ്കുവെക്കാനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ. എന്റെ മോന് ഇത് തരാൻ തോന്നിയതിലുള്ള എന്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. സോ താങ്ക് യു സോ മച്ച് എവരിവൺ. ഗോഡ് ബ്ലെസ് യു. എല്ലാ മംഗളങ്ങൾ നേരുന്നു. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.